ഇന്നൊരു കാഷ്യൂ ട്രഫിൾ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഇതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു 4 മുട്ടയുടെ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം യോക്കിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരല്പം ഉപ്പും ചേർത്ത് ഈ യോക്കൊന്ന് പതപ്പിച്ചെടുക്കാം. ബീറ്ററൊന്നും യൂസ് ചെയ്യണമെന്നില്ല, ഇതേപോലെ വിസ്കോ ഫോർക്കോ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലും 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അതിനുശേഷം എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. അല്പം ബീറ്റായ ശേഷം 1/4 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് പീക്ക് ഫോം ചെയ്യുന്നത് വരെ ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ വൈറ്റ് ഇവിടെ നന്നായി പീക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അല്പം എടുത്തിട്ട് യോക്കിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മെല്ലെ ഫോൾഡ് ചെയ്യണം. ഈ ഒരു ബാച്ച് മിക്സായ ശേഷം അല്പം കൂടി എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇത് വൈറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്കാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നേരത്തെ തന്നെ ബട്ടർ പേപ്പർ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ലെവൽ ചെയ്ത ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ചൂടായ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 45-50 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കിത് 45 മിനിറ്റ് കൊണ്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, അപ്പോൾ വേവായിട്ടില്ല. ഇതിപ്പോൾ ചൂടൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗനാഷ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് ഇങ്ങനെ വെച്ച ശേഷം സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്ത് ഈ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതൊരു അരിപ്പയിലൂടെ അരിച്ചു വെച്ചതാണിത്. ഇനി ഇത് ചൂടൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതേപോലെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഒരു ബോർഡിലേക്ക് അല്പം ക്രീമാക്കി കൊടുക്കാം. അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ഒന്ന് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ഇനി അതിന് മുകളിൽ ക്രീം ആക്കിയിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം.
ഇനി അതിന് മുകളിൽ 3 ടേബിൾ സ്പൂൺ ഗനാഷ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഗനാഷ് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ ക്രീം മെൽറ്റായി പോകും. അതിന് മുകളിലായിട്ട് എല്ലാ ഭാഗത്തും നുറുക്കിയെടുത്ത കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബേബി കാഷ്യൂസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതങ്ങനെ പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അതിനുശേഷം അല്പം വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ ചെയ്യാം. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ചധികം ക്രീം മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഫസ്റ്റ് ക്രം കോട്ടായിട്ട് ചെയ്തിട്ട് അതിന് ശേഷം തിക്ക് ലെയറായിട്ട് ഐസിങ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ നൈഫ് കേക്കിൽ തട്ടാതെ ശ്രദ്ധിക്കണം. ക്രീം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നൈഫ് കേക്കിൽ തട്ടിപ്പോയാൽ ക്രംസൊക്കെ ഈ കേക്കിന് മുകളിൽ തെളിഞ്ഞ് കാണും. ക്രാപ്പർ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മുകൾ ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് വടിച്ചു കൊടുക്കുക. ഓരോ തവണ ചെയ്യുമ്പോഴും ഈ നൈഫ് ഒന്ന് ക്ലീനാക്കി എടുക്കണം, എന്നാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇപ്പോൾ മുഴുവനായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റാക്കി എടുക്കണം. 1 മണിക്കൂറിന് ശേഷം കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ചിട്ട് ഈ കേക്ക് അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗനാഷ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിങ്ങനെ കുറച്ച് സമയം വെച്ച ശേഷം കേക്ക് ബോർഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം ഈ സൈഡിൽ ഇതേപോലെയുള്ള ഡിസൈൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഡെക്കറേഷൻസിൻ്റെ 3 വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് 1 കിലോയും 200 ഗ്രാമും വരുന്നുണ്ട്. ഇതിൻ്റെ ബേസിൻ്റെ വെയിറ്റ് 100 ഗ്രാമും ഉണ്ട്. ഞാൻ സെയിൽ ചെയ്യുമ്പോൾ ഈ ബേസിൻ്റെ വെയിറ്റ് നോക്കാറില്ല, കേക്കിൻ്റെ മാത്രം വെയിറ്റ് ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി തണുത്ത ശേഷം ഏകദേശം ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നന്നായി ഇത് സെറ്റാവും. അതിന് ശേഷം മാത്രം ഇത് കഴിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.